നമസ്കാരം. പെൺവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. രക്തം കൊണ്ട് പണിയേണ്ടതല്ല ഒരു സാമ്രാജ്യവും, ഒരു മരണം കൊണ്ടും നേടേണ്ടതല്ല മറ്റൊരു ജീവിതവും. ആളിക്കത്തുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയായിരുന്ന അക്രമ രാഷ്ട്രീയം സജീവ ചർച്ചയായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. ഇഷ്ടമല്ലാത്തതിനെയെല്ലാം കൊന്നു തള്ളുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പുരുഷന്മാർ ഉയർത്തിവിടുന്നത് എല്ലാ വീടുകളിലും സ്ത്രീകളുടെ വിലാപങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ നടക്കുന്ന ചർച്ചയിൽ സ്ത്രീകൾ മാത്രം പറയട്ടെ എന്ന് പെൺവോട്ട് ശഠിക്കുന്നത്. അതുതന്നെയാണ് പെൺവോട്ട് ചോദിക്കുന്നതും. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ചർച്ചകൾ എത്രത്തോളം നിർണായകമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? പെൺവോട്ടിലേക്ക് സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പം എത്തുന്നു CPM നേതാവ് ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി, കോൺഗ്രസ് നേതാവ് വിദ്യാബാലകൃഷ്ണൻ, BJP നേതാവ് രമണി ബായ്, ഒപ്പം ആക്ടിവിസ്റ്റ് അപർണ ശിവകാമി. ആദ്യം ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണി, നഖത്തിന് നഖം, പല്ലിന് പല്ല്, ആ രീതിയിലുള്ള ശൈലി ഞങ്ങൾ മാറ്റി, ആ രീതിയിലുള്ള സംസ്കാരം ഞങ്ങൾ മാറ്റിയെന്ന് എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നു, മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുന്നു. പക്ഷേ അടിത്തട്ടിലെത്തുമ്പോൾ അതൊന്നും നടപ്പാകുന്നില്ല. ഓരോ തവണയും രാഷ്ട്രീയത്തിന്റെ പേരുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കുറയുന്നുമില്ല. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു താങ്കൾക്ക് അക്രമ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത? എന്റെ പാർട്ടി തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനോ അധികാരം നേടുന്നതിനോ അക്രമ രാഷ്ട്രീയമാണ് അതിൻ്റെ ഉപാധി എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ പാർട്ടിക്ക് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും ഇതേ ആശയത്തിൽ പല പേരുകളിൽ സോഷ്യലിസ്റ്റ് ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതു കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം CPIMന്റെ ഒരു ഏർപ്പാടാണ് എന്ന് പറയുന്ന, അതിൽ ഈ രാജ്യത്തെ എല്ലാ പത്രങ്ങളും ഞങ്ങളെ അതിന് കരുവാക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ ദീർഘകാലമായി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഈ സജീവ രാഷ്ട്രീയത്തിൽ വരുന്ന ഏതാണ്ട് 10-35 ആണ്ടുകൾ ഞാൻ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും അതുപോലെ ദേശീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ എവിടെ അക്രമമുണ്ടായാലും അത് CPIMന്റെ ഒരു ഏർപ്പാടാണ് എന്ന് പത്രങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസ്റ്റ് ആശയം മറ്റ് എല്ലാ പാർട്ടികളെയും നല്ലപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് പതിതചേരിയുടെ പക്ഷത്താണ്, ഞങ്ങൾ നിൽക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ പക്ഷത്താണ്, ഞങ്ങൾ നിൽക്കുന്നത് കീഴാളൻ്റെ പക്ഷത്താണ്, ഞങ്ങൾ നിൽക്കുന്നത് ദരിദ്രൻ്റെ പക്ഷത്താണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഭരണഘടനയെ മുറുകെ പിടിക്കുന്നതും ഭരണഘടനയിലെ ആശയങ്ങൾ സ്ഥിതി സമത്വ സാമൂഹ്യ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നതും. ആ ആശയം രാജ്യത്ത് മറ്റെല്ലാ പാർട്ടികളെയും വിശേഷിച്ച് ഞാൻ ഒന്നിനെയും പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ അവരിപ്പുണ്ട്, അവർ പറയും. അവരെല്ലാവരും ഈ ആശയത്തെ ഭയക്കുന്നു. ആ ഭയക്കുന്നത് കൊണ്ടാണ് എന്നാൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങളും CPIMന്റെ തലയിലിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വ്യത്യാസവും വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അക്രമം ഞങ്ങളുടെ ലക്ഷ്യമല്ല, ഞങ്ങളുടെ പ്രവർത്തന പരിപാടിയല്ല. ഞങ്ങളുടെ പ്രവർത്തന പരിപാടി രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, എല്ലാ ജനങ്ങൾക്കും ഒരേ രീതിയിൽ, ഇത് കീഴാളനെന്നോ മേലാളനെന്നോ ഇല്ലാതെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ആശയത്തിൻ്റെ അതിൻ്റെ എല്ലാ പരിണതികളുടെ ഫലമായുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. പിന്നെ അക്രമം, ഇവിടെ എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ഒരു എണ്ണവിട്ട് നിരത്തുമല്ലോ, അത് നിരത്തുമ്പോൾ അതിൻ്റെ മറുപടി ഞാൻ അപ്പോൾ പറയാം. വിദ്യാബാലകൃഷ്ണൻ, അതായത് ഇപ്പോൾ ഈ പറയുന്നതിന്റെ മറുപടിയുമായിരിക്കുമല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അക്രമത്തിന് ഉത്തരവാദികൾ ഈ പറഞ്ഞ ശ്രീമതി ജാനമ്മ കുഞ്ഞുണ്ണിയുടെ പാർട്ടിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണല്ലോ നമ്മൾ സ്ഥിരം ചർച്ചകൾ വരാറ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അക്രമ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ഒരു ചർച്ച, ഈ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചർച്ചയല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തേണ്ടത്? കോൺഗ്രസ് പ്രസ്ഥാനം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല. ഇത് ജാനമ്മ ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെയല്ല. കാരണം ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം 1000 ദിവസം പിന്നിടുന്ന സമയത്ത് കേരളത്തിൽ എത്രത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം.
ഏകദേശം 30ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള ക്രൈം റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് പറയുന്നു ഇവിടെ 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്ന്. ഈ ഗവൺമെന്റിന്റെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ ഈ 20 എണ്ണത്തിൽ 16 എണ്ണത്തിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഇതിൽ പ്രതി പട്ടികയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ജാനമ്മ ടീച്ചർ പറയുന്നു CPM പാർട്ടി ഇവിടെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല. ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറഞ്ഞിട്ടുള്ളത്, വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞിട്ടുള്ളത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതിയായിട്ടുള്ള കുഞ്ഞനന്തൻ, ആ കുഞ്ഞനന്തൻ ഇപ്പം പറയുന്നത് ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളുകളാണ് കുഞ്ഞനന്തനെ പോലുള്ള ആളുകളെന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പെരിയയിലുണ്ടായിട്ടുള്ള 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിന്റെ പ്രതിപട്ടികയിൽ കടന്നു വന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ ആ കേസിൽ പീതാംബരന്റെ മകള് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൊന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പറഞ്ഞിട്ടായിരിക്കുന്ന, അല്ലാതെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ 20 രാഷ്ട്രീയ കൊലപാതകമെന്ന് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നു. ആ 20 രാഷ്ട്രീയ കൊലപാതകത്തിന്റെ മറുചേരിയിൽ ഇരിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ, അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്. കേരളത്തിൽ ആകെ 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ല, ഈ പറയുന്ന ഈ 3 വർഷക്കാലത്തെ ഭരണത്തിന്റെ ഇടയിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്താ? ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിലെ മുഴുവൻ വരുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ആശയപരമായിട്ട് നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഉന്മൂലന രാഷ്ട്രീയം നടപ്പിലാക്കുക. അത് ഏത് രീതിയിൽ? പ്രാകൃതമായ രീതിയിൽ. മുമ്പ് CHന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, മനുഷ്യൻ അതമ്പതിച്ചാൽ മൃഗമാവും, മൃഗം അതമ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആവും. ആ പറയുന്ന രീതിയിൽ TP ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടിയിട്ടാണ് ഒരു മനുഷ്യനെ കൊന്നത്. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ആ ഏരിയയിലാണ് 51 വെട്ടുവെട്ടിയത്. ഷുഹൈബ് എന്ന് പറയുന്ന കുട്ടി കണ്ണൂരിൽ അവരുടെ രാഷ്ട്രീയ എന്താ പറയുക പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു കുട്ടി, 41 വെട്ടിന്റെ രാഷ്ട്രീയം. കഴിഞ്ഞ ദിവസം പെരിയയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം, കൃപേഷും ശരത്തും അവരവിടെ ആശയപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, 19 വയസ്സ് 24 വയസ്സ് ചെറിയ പ്രായമുള്ള കുട്ടികൾ, ആ കുട്ടികളെയൊക്കെ അവരെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ആശയത്തോട് നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി കഴിയില്ല എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തേക്ക് എത്തിയതുകൊണ്ട് ഉന്മൂലന രാഷ്ട്രീയം എന്ന് പറയുന്ന സ്വതസിദ്ധമായിട്ട് ഇവരെല്ലാ കാലത്തും കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ള, അവര് പിന്തുടർന്നു പോന്നിട്ടുള്ള ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ചർച്ച കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിലിപ്പം ഏറ്റവും അവസാനം ഇപ്പൊ വടകരയിലെ സ്ഥാനാർത്ഥിത്വം, കഴിഞ്ഞ ദിവസം അവര് സ്ഥാനാർത്ഥി നോമിനേഷൻ സമർപ്പിച്ചു. ഇത്തവണ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം ഉണ്ടായിരുന്നു ഏതൊക്കെ കേസുകളിൽ പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ വടകരയിലെ സ്ഥാനാർത്ഥി അവരുടെ അഫിഡവിറ്റ് സമർപ്പിച്ചതിന്റെ ഇടയിൽ പല കേസുകളിലും അവർ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടും അതും കൊലപാതകത്തിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണെന്ന് ഒരു സ്ഥാനാർത്ഥി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ വിഷയം അക്രമ രാഷ്ട്രീയമാണ്. യാതൊരു സംശയവും വേണ്ട, അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള ഒരു വിജയമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. രമണിബായി, അക്രമ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമ്പോൾ അതിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മാർക്കിടുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൈ കഴുകി ഞങ്ങളുടെ കയ്യിൽ ചോരക്കറയില്ല എന്ന് പറയാൻ കഴിയുക? ഇന്ന് നമ്മുടെ നാട് മാറി മാറി ഏറെക്കാലം ഭരിച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ മറുഭാഗത്തിരിക്കുന്നത്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ പത്രമാണ് ഞങ്ങളെ ആ രീതിയിലാക്കിയത്, മറ്റാൾ കോൺഗ്രസിൻ്റെ ആൾ എണ്ണി പറഞ്ഞു ഇത്തരം കാര്യങ്ങളാണെന്ന്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ഇവിടെ ആര് അക്രമം കാണിച്ചാലും അക്രമ രാഷ്ട്രീയം ഈ നാട്ടിലുള്ള ഒരു ജനവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അക്രമം കാണിക്കുക എന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. മാത്രമല്ല, ഒരു അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മെ നാളെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഭരണകർത്താക്കൾക്കോ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ സാധിക്കാത്തതിന്റെ ഫലമായിട്ടാണ് 69-ൽ തുടങ്ങിവെച്ച ആ രാഷ്ട്രീയ കൊലപാതകം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മാറ്റിമറിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഓരോ ആളുകളും യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടിയും ഓരോ വീട്ടിലുള്ള ഓരോ വ്യക്തിയും ഈ കൊലപാതക രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ അക്രമത്തിനെ എതിർക്കുന്നവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും സമാധാനം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയെല്ലാം ഭൂരിപക്ഷമുണ്ടോ അവിടെയെല്ലാം അവർ അക്രമം അഴിച്ചുവിട്ട പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ തത്വം തന്നെ
മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം അക്രമമാണ് അവരുടെ മുഖമുദ്ര എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 969 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളിയെ വധിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഒരു കൊലപാതക പരമ്പര. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മറുവശത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് പ്രതികൾ എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് എന്നും മുൻകൂട്ടി നിൽക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തിലേക്ക്, അതായത് തങ്ങളുടെ ആശയങ്ങൾ അവർ പറയുന്നത് ആര് കേൾക്കുന്നില്ലയോ ആ കേൾക്കാത്ത ആളുകളെയെല്ലാം നശിപ്പിക്കുക എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ അവസാന ദിവസം വരെ. കഴിഞ്ഞ ദിവസം 2 കുട്ടികളെ കൊന്നൊടുക്കി കോൺഗ്രസിന്റെ. അതുപോലെ പെൺകുട്ടികളെ പോലും വെറുതെ വരുന്നില്ല. നമുക്കറിയാം തിരുവമ്പാടിയുള്ള ഒരു ജോത്സ്ന എന്ന പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിനെ പോലും ചവിട്ടിക്കൊന്ന കിരാതമായ ഒരു അവസ്ഥ കാഴ്ചവെച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. മറ്റു പാർട്ടികളെല്ലാം ക്ലീൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കുറേ കാലം നമ്മളെ അടിമകളെ പോലെ നിങ്ങളെ ഒരു മനുഷ്യനാണെങ്കിൽ കുറേ പ്രാവശ്യം എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എന്റെ സഹി കെട്ടുകൊണ്ട് ഞാനും തിരിച്ചടിക്കും. അതൊരു മനുഷ്യന്റെ വികാരമാണ്. അതിന് നമുക്കൊരു വർഗീയ കലാപമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമായിട്ടോ കാണാൻ സാധ്യമല്ല. ക്ഷമിച്ച് അവസാനം വരുമ്പോൾ അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞു കടിക്കും എന്ന് പറയുന്ന പോലുള്ള കൊലപാതക രാഷ്ട്രീയം ഇവിടെ നടന്നിട്ടുള്ളൂ. അക്രമ രാഷ്ട്രീയം അജണ്ടയായി വെക്കുമ്പോഴാണ് അത് മാറ്റമുണ്ടാകുന്നത്. നമ്മുടെ CPIM-നെ സംബന്ധിച്ച് അക്രമ രാഷ്ട്രീയം അജണ്ടയേ അല്ല. അതുകൊണ്ട് രാജ്യത്ത് സമാധാനം പുലരണം, ജനാധിപത്യം പുലരണം, എല്ലാ ജനങ്ങൾക്കും സന്തോഷമായി സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണം. സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റുക, വിദ്യാഭ്യാസം കിട്ടുക, തൊഴിൽ കൊടുക്കുക, ഇതിനപ്പുറമായി CPIM-നെ സംബന്ധിച്ച് ഒരജണ്ടയുമില്ല. പക്ഷേ എല്ലാവർക്കും ഇവിടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവർക്ക് മൊത്തത്തിൽ CPIM-നെ അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം എന്താണെന്ന് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പതറുകയില്ല. ഞങ്ങളുടെ അജണ്ട അതല്ലാത്തടത്തോളം കാലം അതിനകത്ത് വ്യതിയാനം വരുത്താൻ ഇത് അജണ്ടയായിട്ടുണ്ടെങ്കിലല്ലേ. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ വരും. അവിടെ ഈ അക്രമ രാഷ്ട്രീയം ഒരു അജണ്ട അല്ലാത്തടത്തോളം കാലം അതിനകത്തൊരു മാറ്റം. ജാനമ്മ ടീച്ചർ പറഞ്ഞത് കേൾക്കുമ്പോൾ ഈ 2019 ഏറ്റവും നല്ല തമാശയാണ് ജാനമ്മ ടീച്ചർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അക്രമ രാഷ്ട്രീയം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയേ അല്ല. ഇതിൽ പ്രതികളായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് കേരള സംസ്ഥാനത്തിലെ വിവിധങ്ങളായ ജയിലിൽ കിടക്കുന്ന പ്രതികളെ മോചിപ്പിക്കാനും അവർക്ക് പരോൾ നൽകാനും വേണ്ടിയുള്ള തീരുമാനം ആണ് ആദ്യം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ വരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അക്രമം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇവിടെ നിങ്ങളല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഇവിടെ ലാൽജിയെയും മധുവിനെയും ഒക്കെ കൊന്നതിൽ ഏത് കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായ പ്രവർത്തകൻ ആരാണ് എന്നുള്ളത് എനിക്ക് അപർണ പറഞ്ഞോടാണ് പറയാനുള്ളത്. അപർണ പറഞ്ഞു ഞാനിവിടെ ഇരുന്നിട്ട് ഭയങ്കര ദീനരോധനം മുഴക്കി എന്നൊക്കെ. കേന്ദ്രത്തിലേക്ക് കണ്ണു നട്ടിട്ട് പറഞ്ഞു ജാതിയുടെയും മതം. അപർണ ഒരു കാര്യം മനസ്സിലാക്കണം. ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സുകാർ ഏറിയ വർഷം കേരളം ഭരിച്ചപ്പോൾ ഭാരതം ഭരിച്ചപ്പോൾ. പക്ഷെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനകളോ ജാതീയമായതോ ഇല്ല എന്നുള്ളത്, കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഞാനൊന്ന് ജനങ്ങളിലേക്ക് കൂടെ വന്ന ശേഷം പ്ലീസ്. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ BJP-ക്കാര് ആളെ വെട്ടിക്കൊല്ലുന്നില്ലാന്ന്. ഭരണം കോൺഗ്രസ്സുകാർക്ക് കിട്ടിയപ്പോൾ മാത്രമാണ് കൊലപാതകം ഉണ്ടായിരുന്നത്. എത്ര മരണങ്ങൾ ഉണ്ടായിരുന്നു? അതേപോലെ മരണം ഉണ്ടായിട്ടില്ലേ BJP-യിൽ? നിയമസഭ നിങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് മരണം ഇല്ലാന്നാണോ പറയുന്നത്? പിന്നെ മാർക്സിസ്റ്റ് പറഞ്ഞു ഒരു കൊലപാതകത്തിൽ ഞങ്ങൾ യാതൊരു ബാധകമില്ലാന്ന്. എന്തുകൊണ്ട് കാസർഗോഡ് 2 പിഞ്ച് മക്കളെ പോലെയുള്ള 2 കുട്ടികളെ കൊന്നതിന് ഞാനൊരു അമ്മയാണ്, വീട്ടമ്മയാണ്. എനിക്കും ഉണ്ട് ആൺകുട്ടികൾ. പുറത്ത് ജോലിക്ക് പോയി വന്ന് തിരിച്ച് വീട്ടിലെത്തുന്നവരെ ടെൻഷനാ, വേദന. ഏത് പാർട്ടി ആയാലും നിങ്ങൾ 2 ആളും കൊല്ലാനായിട്ട് പാർട്ടി ഭരിച്ചു കൊണ്ടുപോകുന്നതാണോ ജീവിതം? ജനങ്ങൾ ജീവിച്ചു പോണ്ടേ? പാവപ്പെട്ട കുടുംബങ്ങൾ ജീവിക്കണ്ടേ? കുട്ടികളല്ലേ ഇന്ന് വരുമെന്നും പറഞ്ഞ് കാത്തു നിൽക്കുന്ന അമ്മമാരാണ് വീട്ടിലിരിക്കുന്നത്. അവരെ വെട്ടിക്കൊല്ലാനാണോ നിങ്ങൾ 2 ഭരണത്തിൽ ഇരിക്കുന്നത്? അത്രേ എനിക്ക് ചോദിക്കാൻ. അതിനൊന്നും മറുപടി തരണം. ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ
ഹിതത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പം നമ്മളിപ്പം കാണുന്നതാണെങ്കിലും അക്രമ രാഷ്ട്രീയം, ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ സാധിക്കാത്തപ്പോഴാണ് നമ്മൾ അക്രമത്തിലേക്ക് തിരിയുന്നത്. അപ്പം ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഘടനാ ബേസിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും അവരുടെ നേതാക്കൾ തമ്മിലുള്ള ഒരു തങ്ങളുടെ അണികളിലേക്ക് പ്രവഹിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൊലപാതക രാഷ്ട്രീയങ്ങൾ പറഞ്ഞു. രണ്ടാണ് കൂടുതൽ ഇപ്പൊ പറഞ്ഞു കേട്ട്, മൂന്നാമത്തെ ആളും ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു യഥാർത്ഥ RSSൽ കൂടെ വന്നിട്ടുള്ള ആളാണെങ്കിൽ അതിന് മറുപടി പറയാന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഇങ്ങനെയല്ല മുന്നോട്ട് പോവുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാര് മുകളിലുള്ളവരെ താഴെ കൊണ്ട് ഉള്ള കുട്ടികളെ കൊണ്ട് കുടുംബങ്ങൾ എത്ര അനാഥയുണ്ട്. അത് ആ വീട്ടിലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ആ ചെയ്യുന്നവരാണ് ആലോചിക്കേണ്ടത്. അവരുടെ ഭാര്യയും മക്കളുമാണ് വീട്ടിലുള്ളത്. ആ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ തറവാട്ടിലൊന്നും പോയിട്ട് ഇവരാരും ചെയ്യുന്നില്ലല്ലോ. അതാദ്യം ചെയ്യാൻ പറയും, എന്നിട്ടാണ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. നേരത്തെ ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം, ഒരു സംഘടനാ സംവിധാനത്തിൽ ഏത് പാർട്ടിയായാലും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. സംശയമില്ല. അത് ഓരോ വ്യക്തിയും ആലോചിക്കേണ്ടതാണത്. ഇത് ചെയ്യുന്ന വ്യക്തികൾ ആലോചിക്കേണ്ടതാണ്, നേരത്തെ ആലോചിക്കേണ്ടതാണത്. ഒരു നേതാവിന്റെ മക്കളും ഇതുവരെ ഒരു വെട്ടോ കുത്തോ അവർക്ക് ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു നേതാവിന്റെ മക്കളും ഇതുവരെ മരിച്ചിട്ടില്ല. പിന്നെ സാധാരണ താഴെക്കടയിലുള്ള കുട്ടികളാണ് വെട്ടും കുത്തും കൊണ്ട് മരിക്കുന്നതും അവരെ അമ്മമാർക്കാണ് മക്കൾ നഷ്ടപ്പെടുന്നതും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നതുകൊണ്ടല്ലേ അവരെ അമ്മമാർക്ക് മക്കളില്ലാതെയായത്, അതുപോലെ ഭർത്താക്കന്മാരില്ലാതെയായതൊക്കെ. അതിന് സംഘടന പ്രവർത്തനം തന്നെയാണ് വേണ്ടത്. ഏത് ജനാധിപത്യം നമ്മളെ ഏത് പാർട്ടിക്കാണെങ്കിലും അതാണ് ഉത്തരവാദിത്തം വേണ്ടത്. ഏത് രാഷ്ട്രീയക്കാരനായാലും ആദ്യം ഒരു നേതാവിന് ഇതുവരെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാ നേതാക്കന്മാരും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇതിനെതിരാണ്, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. എല്ലാ പാർട്ടികളുടെയും മുകളിലുള്ള നേതാക്കന്മാരെല്ലാം. എന്തുകൊണ്ടായിരിക്കും അണികളിലേക്ക് അത് എത്താത്തത്? അവര് നേതൃത്വം കൊടുത്തിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തത് അല്ലെ? പീതാംബരൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, അവരെ മകള് പറഞ്ഞിട്ടില്ലേ, എന്റെ അച്ഛൻ ഒരിക്കലും ഇത് ചെയ്യൂല, ഇത് രാഷ്ട്രീയമായിട്ട് അതിന്റെ പാർട്ടി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നാണ് കുട്ടി പറഞ്ഞത്. നമ്മളെല്ലാവരും TV-യിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ നമ്മൾ അത് വായിച്ചതല്ലേ, കണ്ടതല്ലേ. പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഈ സാധാരണക്കാര് വോട്ടർമാര് വീണു പോവില്ല. എല്ലാവർക്കും അറിയാം ഏതാണ് വഴി, ഏതാണ് ശരി എന്നുള്ളത്. ഒരു രാഷ്ട്രീയക്കാരും കുറ്റം പറയണ്ട. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജാനമ്മ ടീച്ചർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികച്ചും അക്രമ രാഷ്ട്രീയത്തിനെതിരാണെന്ന് ജാനമ്മ ടീച്ചർ പറഞ്ഞു. പക്ഷെ എനിക്കൊരു ചോദ്യം, നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. TP വധക്കേസിൽ കുറ്റവിചാരണ കഴിഞ്ഞ് കുറ്റാരോപിതനായി ജയിലിൽ കിടക്കുന്ന കുഞ്ഞനന്തന് പരോൾ എന്ന പേരിൽ ക്രമവിരുദ്ധമായി പരോൾ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാട്ടിൽ സ്വൈര്യമായി വിഹരിക്കാനുള്ള അവസരം കൊടുത്തു. നിങ്ങൾ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഭരണ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്ത് അക്രമ രാഷ്ട്രീയം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്താൽ പാർട്ടി നിങ്ങൾക്ക് തിരിച്ച് അല്ലെങ്കിൽ പാർട്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കൃത്യമായ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പുറത്തു നിന്നിട്ട് ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അത് തിരിച്ചും വൈരുദ്ധ്യമായിട്ടുള്ള ഒരു വാദമാണ്. അപർണ ശിവകുമാരി, ഇതൊരു സിസ്റ്റമാണ്. പാർട്ടിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ പാർട്ടി സംരക്ഷിക്കും. ഏത് പാർട്ടിയാണെങ്കിലും ഒരു വീട് വെച്ച് തരും. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പറയുന്നത് പോലെ പിന്നെ ആ കുടുംബം തുടർന്ന് ജീവിക്കും. ഒരു പുതിയ തലമുറയിലെ ഒരു കുടിയാന്മാരെ പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോഴും സാധാരണക്കാർ പറയുന്നത് ഇത് കൃത്യമായ ആലോചനകളോടുകൂടി നടക്കുന്നതാണ് തന്നെയാണ്, ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലല്ല എന്ന് ജനങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. പക്ഷേ എന്നാലും അത് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ജനം മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇത്തവണ തീർച്ചയായിട്ടും ജനം അത് മുഖവിലേക്ക് എടുക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ചും വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിലൊക്കെ കൃത്യമായിട്ടും ഇതിനെതിരെ ആ രീതിയിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ അപർണ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതിയായാൽ അവരെ സംരക്ഷിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് പാർട്ടി മാതൃക കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, എന്തൊക്കെ ഓഫറുകളാണ്, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും, നിങ്ങൾ ജയിലിലാണെങ്കിലും നിങ്ങൾക്ക് ജയിലിലാണെന്ന് തോന്നുകയേയില്ല, അതുപോലെ സുഖകരമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ എന്നാണോ പാർട്ടികൾ
അവരുടെ പേരിൽ കൊലപാതകം നടത്തുന്ന ആൾക്കാർക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് കൃത്യമായും ഏതൊരു കൊലപാതക കേസിലെ പ്രതിയെയും പോലെ ശിക്ഷ അനുഭവിക്കാൻ വിടുന്നത് അന്ന് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഒരു ധൈര്യത്തോടെയുള്ള കൊലപാതകത്തിന് ഇറങ്ങൽ നിർത്തുന്നു തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് കൃത്യമായി പ്രത്യേകിച്ച് CPM പോലുള്ള ഒരു രാഷ്ട്രീയ കക്ഷി അത്ര സുരക്ഷിതമായിട്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട്, അവരെ വലിയ ധീര നേതാക്കളെ പോലെ കൊണ്ടാടുന്നുണ്ട്. ജയരാജൻ വടകരയിൽ പോലും ഇപ്പോൾ ഒരു ധീര പരിവേഷം കിട്ടുന്നത് ഇത്രയും കേസുകളുടെ ഗൂഢാലോചന കേസിൽ പ്രതിയാണ് എന്നുള്ളത്. പരസ്പരമുള്ള കണക്കുകളുമുണ്ട് അപർണ. കണക്കുകൾ തീർക്കുക എന്നുള്ളതല്ല ഇത് എവിടെയെങ്കിലും വെച്ച് ഇത് തീരണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഇപ്പോൾ ഇനിയും മറുപടി പറയാനുണ്ട്. എല്ലാവരും ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനും ഒരുപാട് മറുപടി പറയാനുണ്ട്. ആ മറുപടികൾ വീണ്ടും കണക്കുകൾ കൊണ്ടുവരും. എന്റെ ചോദ്യം അതല്ല, നമുക്കിതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും ഈ അക്രമ രാഷ്ട്രീയം? എന്തെങ്കിലും ഒരു കുറഞ്ഞ പക്ഷെ ഒരു സ്ത്രീ പക്ഷത്ത് നിന്നെങ്കിലും. നമ്മൾ അക്രമത്തിനെതിരാണ്, അവസാനിപ്പിക്കണമെന്ന് അടിവരയിട്ട് പറയുന്ന ഞാൻ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. CPIM അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. ഇപ്പൊ ഓഡിയൻസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, അവരെന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. നമ്മൾ അവിടെ പോയിട്ട് കൊന്നിട്ട് വാ. ഇപ്പൊ ആ പെരിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ? മറുപടി പറയണം. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ അക്രമ രാഷ്ട്രീയങ്ങളുടെയും ഒരു ഭാഗം, ഒരു കക്ഷി CPM ആണ്. CPM ആണ് ഇവിടെ ഭരിക്കുന്ന. ആഭ്യന്തരം കൈയാളുന്നത് CPM-ന്റെ കയ്യിലാണ്. നിങ്ങൾക്കൊരു കേസ് തെളിയിക്കാനോ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ നിങ്ങളുടെ ആഭ്യന്തരം തന്റെ അടുത്തോടു കൂടി മുന്നോട്ട് വരാത്തതിന്റെ ദൃശ്യാണത്. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കൊലപാതകത്തിലും ഒരു പ്രതി CPM ആണ്. നിങ്ങൾ ഈ ആയുധം അവസാനിപ്പിച്ചാൽ, ആയുധം താഴെ വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ കേരളത്തിലെ ഈ അക്രമ രാഷ്ട്രീയം. 752 ആളുകളുടെ വെട്ടിക്കൊന്ന ഞങ്ങളുടെ CPM-ലെ രക്തസാക്ഷികളായിട്ടുള്ളത്. ഞങ്ങളിപ്പോ വന്നതിന് ശേഷം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കുറ്റവാളികളെ പരോൾ കൊടുക്കുന്നത് കോടതിയാണ്. CPIM-ന്റെ ഓഫീസിൽ നിന്നല്ല പരോൾ കൊടുക്കുന്നത്, കോടതിയാണ് പരോൾ കൊടുക്കുന്നത്. ഈ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടോ? ഞങ്ങൾ സംരക്ഷിക്കും. രക്തസാക്ഷികളായിട്ടുള്ള കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഇവർക്ക് വേണ്ടി പിരിവ് നടക്കും, കേസ് വർത്താനങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾ അവരെ സംരക്ഷിക്കും. തന്നെയാണ് തീർച്ചയായിട്ടും അവസാനിക്കും. അടുത്ത ചർച്ചയുടെ സമയം അടുത്താണ്. എനിക്ക് സമയപരിമിതി കൊണ്ട് ഇടപെടാതെ വയ്യ. ഒരു ചർച്ചയും അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല, അക്രമ രാഷ്ട്രീയത്തിനെതിരായാണ് നടക്കുന്നത്. പക്ഷെ വീണ്ടും കണക്കുകൾ പുറത്തെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ആ ചർച്ച അക്രമ രാഷ്ട്രീയത്തിനെതിരാകില്ല എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പെൺവോട്ട് ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.